ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട എന്ന് പറയുന്ന സീൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പ്രമോ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നബിയെക്കുറിച്ചുള്ള ഏതാണ്ടൊക്കെ കുറച്ച് സത്യങ്ങളൊക്കെ അബി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിനുശേഷം അബിക്ക് മനസ്സിലാക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ചിന്തിക്കുന്ന അവളുടെ കരിയറിനെ കുറിച്ച് മാത്രമാണെന്ന് കരുതുകയാണ്. ഈ സമയത്ത് അതിന് ജലജയുടെ ഒത്താശ കൂടി വരികയാണ്. എന്നിട്ട് നമ്മുടെ ജലജ അബിയോടായിട്ട് പറയാണ്, നീ ജനിച്ച നാൾ മുതൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നിന്റെ ജീവിതത്തിലോട്ട് കോടീശ്വരിയായിട്ടുള്ള ഒരുവൾ കടന്നു വരുമെന്ന്. ആ പ്രതീക്ഷ അത് ഇനിയും കൈവിടാറായിട്ടില്ല. നീ അതിനിപ്പോൾ ഏക തടസ്സമായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞാണ്. നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് പറയുകയാണ്. ആദ്യം ഇവളെ പുറത്താക്കുക, അതിനുശേഷം നമുക്ക് ഇവളുടെ അനിയത്തിയെ പുറത്താക്കാമെന്ന് പറയുകയായിരുന്നു ജലജ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നവ്യയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പുതിയ അവസരങ്ങളൊക്കെ നോക്കി കിടക്കുകയാണ്. അതിനുവേണ്ടി വണ്ണം കുറയ്ക്കാനുള്ള തീരുമാനത്തിലാണ് നവ്യ. അതിനുവേണ്ടി ഇപ്പോൾ പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അമ്മൂമ്മ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. കാരണം വയറ്റിൽ കുഞ്ഞുള്ള ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നവ്യയുടെ സ്വഭാവത്തിൽ എല്ലാവർക്കും തന്നെ സംശയം വരികയാണ്. എന്തൊക്കെയാളും കണ്ടു തന്നെ അറിയണം നവ്യയുടെ കള്ളക്കളി ഇന്ന് പൊളിയോ ഇല്ല എന്നൊക്കെ. എന്തൊക്കെയാണ് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നയനെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ നന്ദുവണൻ ജോലി ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് അനി വരികയായിരുന്നു. അനി വന്ന് റെസ്റ്റോറൻറ്റ് മാനേജറെ കാണുകയാണ്. അവർ തമ്മിൽ നേരത്തെ അറിയാവുന്നവരാണ്. കാരണം ഇത്രയും വലിയ ഫാമിലി കുടുംബമൊക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് അവരറിയാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തായിട്ട് അനി വന്ന് നന്ദുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, സാറെന്താ ഇവിടെ, സാറിന് നന്ദുവിനെ അറിയുമോ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമോ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും താനിപ്പോൾ അന്വേഷിക്കേണ്ടത് ഞാൻ പറയുന്നത് താൻ കാര്യമായിട്ട് ചെയ്താൽ മതി പറയുന്നത്. നമ്മുടെ നബിക്ക് കുഞ്ഞിലെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും ഒരുപക്ഷെ പറഞ്ഞതായിരിക്കും. സമയത്ത് ഇത് അബി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി സമയത്താണ് നമ്മുടെ ആദർശിന്റെ ചെയ്യുന്ന പണിയുന്ന അഡ്വാൻസ് എന്റെ അടുത്ത് വലിയ ആളാകാൻ നിൽക്കണ്ട. നീ ഓഫീസിലോട്ടൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്ന ആ പൗത്ര കൊണ്ടുവരുന്ന ഡിസൈനൊക്കെ ഒന്ന് കണ്ടു, എന്നിട്ട് നീ അതുപോലെ തന്നെ ചെയ്യാൻ സമയത്ത് പറഞ്ഞ് നമ്മുടെ ചെറിയ കുറ്റപ്പെടുത്തും എന്നാൽ ഇഷ്ടം തോറുന്നു പറയാത്ത രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തൊരു പ്രമേയം കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് നയനജോടിയുടെ പ്രണയം കാണാൻ വേണ്ടി ആ ഒരു നിമിഷങ്ങൾ കാണാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ എല്ലാവിധ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനുവേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് പത്തനംതിട്ട എന്ന് പറയുന്ന സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് പത്തനംതിട്ട എന്ന് പറയുന്ന സിന്റെ വരും ദിവസങ്ങളിൽ എല്ലാവരും എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ